വെരി ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മളെ മാസ്റ്റർ ടോക്ക് 30, 30ാമത്തെ മാസ്റ്റർ ടോക്ക് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം ഈ കഴിഞ്ഞ 29 മാസ്റ്റർ ടോക്കിലും നമ്മൾ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ലൈഫിനെ, നമ്മളെ മൈൻഡിനെ, നമ്മളെ ഹെൽത്തിനെ, നമ്മളെ സ്പിരിച്വൽ വെൽനെസ്സിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇന്നും നമ്മൾ ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്, വൺ സെക്കൻഡ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നമ്മളെ ചില ലിമിറ്റിംഗ് ബിലീഫ്സുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമുക്ക് നല്ല കഴിവുകളുണ്ട്, ചിലതൊക്കെ ചെയ്യാനും കഴിയും. എന്നാലും എന്തോ ഒരു സംഗതി എന്നെ അതിൽ നിന്ന് തടയുന്നുണ്ട്. ഇപ്പം ചില ആളുകളെ പബ്ലിക് സ്പീക്കിംഗ്, ചില ആളുകളോട് സംസാരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവർക്കറിയാം എനിക്കത് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അവർക്കറിയാം എനിക്കതുണ്ട് എന്നുള്ളത്. ബട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ പിടിച്ച്, വൺ സെക്കൻഡ്, ഓക്കെ, എന്തൊക്കെയോ ചില സംഗതികൾ അവരത് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനെ അവരെങ്ങനെ പിടിച്ചു വലിക്കുന്നതായിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഫീൽ ചെയ്യും. എന്നാൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഒന്നും എന്താ പറയാ, നോക്കി കാണാനും കഴിയാത്തൊരവസ്ഥയുമായിരിക്കും. ഇപ്പം ഇതിന് നമുക്ക് ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറി, ഞാൻ പൊതുവെ പറയാറുള്ള ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ആനയുടെ സ്റ്റോറി. നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് ബിലീഫുകളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, പല തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫുകളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫുകളുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫുകളേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫുകളാണ്. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ്, ഇതാണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് തുടങ്ങിയിട്ട് ഇത് ചെയ്താൽ അത് കിട്ടും. നമ്മൾ പറയാറില്ലേ, ദൈവത്തിനെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് തീയിലിടുന്ന പഠിച്ചവനായിട്ടേക്കും, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. അപ്പം ഈ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളെ ബിലീഫുകളിൽ മെജോറിറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു കൊട്ട കണക്കിന് നമ്മൾ നെഗറ്റീവ് ബിലീഫ്സും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ നെഗറ്റീവ് ബിലീഫുകളാണ് നമ്മളെ പലതൊന്നും പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞ ആനയുടെ സ്റ്റോറി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വലിയ ആനയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവറ്റകളെ കെട്ടിയിടുന്നത് ചെറിയ ചെങ്ങലകളിലോ ചെറിയ കയറുകളിലോ ഒക്കെ ആയിരിക്കും. ആ ആന ഒന്ന് ശക്തിയായിട്ട് വലിച്ചാൽ പൊട്ടാവുന്ന അത്രയും ചെറിയ ഒരു നൂലിലൊക്കെ എന്ത് ചെയ്യും, ആനയെ കെട്ടിയിടും. അപ്പം ഇത് കണ്ടിട്ടുള്ള ഒരു കുട്ടി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആനപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എന്ത്, ഇത്ര ചെറിയ കയറിൽ കെട്ടിയിട്ട് അത് പൊട്ടിച്ച് ആന പോരൂലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആനപ്പാപ്പൻ പറയുന്നുണ്ട്, നോ. ചെറുപ്പത്തിൽ ഈ ആന ഒരു തവണ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ആന കയറ് പൊട്ടിക്കാൻ ശ്രമിക്കും, അതിന്റെ കാല് മുറിയായി, വേദനയായി. പിന്നെ അത് എന്ത് ചെയ്തില്ല, പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ആനക്കൊരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബിലീഫായിട്ട്, ഒരു വിശ്വാസമായിട്ട് മാറുകയാണ് എന്ത്, താന് കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ തന്റെ കാല് വേദനയാവും. ഓക്കെ, കാല് വേദനയാവും എപ്പോ ഞാൻ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ. അപ്പൊ അത് അന്ന് വലിയ കയറായിരുന്നു ഇട്ടെങ്കിൽ ഇപ്പം ചെറിയ കയറാണ്. ഇപ്പോഴും ആനയുടെ ബിലീഫ്, വിശ്വാസപ്രകാരം ആ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ വേദനയാവുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യാത്തത്, ഈ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാത്തത്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കയറുകൾ ഉണ്ടാവും. ഇപ്പം മെയിൻലി നമുക്ക് ഉണ്ടാവുന്ന കുറെ കയറുകളാണ്, ഞാൻ അത്ര പോരാ, ഓക്കെ, എന്റെ പല്ലത്ര പോരാ, അല്ലെങ്കിൽ എന്റെ കണ്ണത്ര പോരാ, എന്നെ കാണാൻ അത്ര പോരാ, ഞാൻ അത് ചെയ്താൽ ശരിയാവൂല, പബ്ലിക്കിൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ കഴിയില്ല, ബാക്കിയുള്ള ആളുകൾ എന്നെ എന്താ പറയാ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തുടങ്ങിയിട്ടൊക്കെ കുറേ ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പം മെയിൻലി ഇതിന്റെ ഒരു റീസൺ നമുക്ക് ചൈൽഡ് ഹുഡിൽ ഉണ്ടാകുന്ന ഒരുപാട് എക്സ്പീരിയൻസുകളാണ്. ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പല രീതിയിൽ എഫക്ട് ചെയ്യും. നമ്മൾ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി അതിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിക്കേ, അല്ലെങ്കിൽ ആരെങ്കിലും മോശമായിട്ട് നമ്മളോട് പറയേ, മോശമായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ആ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കാണാറില്ല, ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അതിനെ പേടിപ്പിക്കും, ഒരു ഫിയർ ഇട്ട് കൊടുക്കും, പിന്നെ അത് ചെയ്യൂല. ഓക്കെ, അല്ലെങ്കിൽ കളിയാക്കും, അങ്ങനെ അത് ചെയ്യൂല, അയ്യേ കരയരുതിട്ടോ, ചെറിയ കുട്ടികളാണ് കരയുക, വലിയ കുട്ടിയായി കരയൂല, അങ്ങനെ തുടങ്ങി കുറേ ചെറിയ ചെറിയ ബിലീഫുകൾ ഇട്ടിട്ട് അപ്പൊ നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരുപാട് എക്സ്പീരിയൻസുകൾ, അതുപോലെ തന്നെ നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരുപാട് ഒപ്പീനിയൻസ്, നമ്മളെ സൊസൈറ്റി നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആവണം, ഇന്ന രീതിയിലാവണം, ഇന്ന രീതിയിലേ സംസാരിക്കാവൂ, ഇന്ന രീതിയിലേ നടക്കാവൂ എന്നൊക്കെ പറഞ്ഞൊരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടാവും.
അത് നമ്മളെ ഒരു ചട്ടക്കൂട്ടിൽ തന്നെ കൊണ്ടുപോകുന്നതിന് തന്നെ ചട്ടക്കൂട്ടിന് പുറത്തുള്ള ഒരുപാട് സംഗതികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫെയിലിയേഴ്സ്. നമ്മളൊരു സംഗതി ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തു, സെറ്റായിട്ട് ഇറങ്ങി, അത് ഫെയിലായി, ഒന്നും കൂടി ചെയ്തു ഫെയിലായി, ഒന്നും കൂടി ചെയ്തു ഫെയിലായി, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫ്ലോപ്പ് ചെയ്തിട്ട് പിന്നെ അത് ഒഴിവാക്കിയിട്ട് പോകും. അത് നമുക്കൊരു ബിലീഫായിട്ട് മാറും. എന്ത്, അത് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, ആ ബിസിനസ് എനിക്ക് നടക്കൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ഒഴിവാക്കിയിട്ട് പോകും. എക്സാക്ട്ലി അങ്ങനെയല്ല, അത് എവിടെയോ അതൊരു നെഗറ്റീവ് ബിലീഫായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഫെയിലിയറിലേക്ക് നമ്മൾ തന്നെ നമ്മൾ അറിയാതെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ വാക്കുകളാവട്ടെ, സജഷൻസ് ആവട്ടെ എടുക്കുന്നത് നമ്മളെ അടുത്തുനിന്ന്. നമ്മളെ ഇന്നർ സെൽഫ് ടോക്ക് എന്താണ്, നമ്മളെ സെൽഫ് ടോക്ക് നമ്മളോട് നമ്മൾ സംസാരിക്കണത് എന്താണ്, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം ഒന്ന് ഫെയിലിയർ ആയി, അപ്പം നമ്മൾ പറയാം ഓക്കെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത് ട്രൈ ചെയ്യാം. അതല്ല, മറ്റാരോ മുമ്പെന്നോ പറഞ്ഞിട്ടുള്ള കമാൻഡ് എടുത്തിട്ട് അന്നേ അവർ പറഞ്ഞ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞതുപോലെ അതിങ്ങനെ ഓർത്തെടുത്തിട്ട് നമ്മളെ സെൽഫിനെ ബ്ലെയിം ചെയ്യുകയാണോ, അത് നമ്മൾ അന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മെന്റലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ ബിലീഫുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇപ്പം നമുക്കൊരു പേടിയുണ്ട്, ഒരു സംഗതിയിൽ പേടിയുണ്ട്, ആ പേടിയെ നമ്മൾ നല്ലപോലെ അനലൈസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. മെജോറിറ്റി പേടികളും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അറിവുകൾ ഇല്ലാത്തത് കൊണ്ട് വരുന്ന പേടികളാണ്, അറിവുകളില്ലാത്തത് കൊണ്ട് വരുന്ന പേടികൾ. അപ്പം ആ പേടിയുള്ള വിഷയത്തിൽ നമ്മൾ നല്ലൊരു അറിവ് കരസ്ഥമാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പേടി മാറിയിട്ട് കോൺഫിഡൻസ് ആവുന്നത് മാറാൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് വളരെ പേടിയുള്ള ഒരു സംഗതി എടുക്കാം, എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് ന്യൂട്രൽ ആയിട്ടൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക. അപ്പം പല പ്രേതം പേടി അല്ലെങ്കിൽ പാറ്റ പേടി, നമ്മൾ ഡയമണ്ട് മൈൻഡിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഏരിയ പാറ്റ പേടി എന്നുള്ളത്. ഇന്നേ വരെ പാറ്റ ആരെയും കടിക്കുന്നതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ചൈൽഡ്ഹുഡിൽ കേട്ടിട്ടുള്ള കുറെ പാറ്റ പേടി എക്സ്പീരിയൻസ് നമ്മൾ പ്രോഗ്രാം ആക്കി വെച്ചതാണ്. അപ്പൊ ഒന്ന് കോൺഷ്യസ്ലി ഇരുന്നിട്ട് അതിനൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക, ഈ പാറ്റ എന്നുള്ളത് എന്താണ്, ഈ പേടി എനിക്ക് കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? മേ ബി ഈ ഒരു പേടി കാരണം, ഈ ഒരു പേടി, ഈ ഒരു പാറ്റപ്പേടി എന്നായിരിക്കും നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ പല സംഗതികൾക്കും ഇറങ്ങുന്ന സമയത്ത് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഈ പാറ്റപ്പേടിയായിരിക്കും. അതിന്റെ ബേസിൽ അതായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ചിലപ്പോൾ അറിയില്ല. നമ്മൾ പറയാറില്ലേ, മരങ്ങളെ ഫ്രൂട്ട് നന്നാവണമെങ്കിൽ അതിന്റെ വേരിൽ നല്ല വളരണം, റൂട്ട് നന്നാവണം. ഇപ്പം റൂട്ടിൽ ഉറങ്ങി കിടക്കുന്ന പലതുമാണ് ഫ്രൂട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ പല ഫിയേഴ്സ് ഉണ്ടാവും. ഈ ഫിയേഴ്സ് ഒക്കെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ സംഗതികളൊക്കെ ഉം, ചെയ്യാനുള്ള റിസ്ക്, നമ്മളത് ഏറ്റെടുത്ത് റിസ്ക് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലതിൽ നമ്മൾ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലതിൽ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലതിൽ നമ്മൾ ഹെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് എടുക്കാൻ എല്ലാവർക്കും പേടിയാണ്. മോസ്റ്റ് പ്രോബബിലി ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബിലീഫ് ഉള്ളവർക്ക്, അതായത് ഉം, എന്നെ കൊണ്ടാവൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയുള്ള ആളുകളാണ്. അപ്പം ഈ റിസ്ക് എടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മെല്ലെ നമ്മൾ ചെറിയ ചെറിയ റിസ്കുകളൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് മെന്റാലിറ്റി കൊണ്ടുവരും. ഇന്നലെ ചെയ്തു, ഇറ്റ്സ് എ മിസ്റ്റേക്ക്, ഓക്കെ, അതിന് എന്തെങ്കിലും ഒരു പാഠം ഉൾക്കൊള്ളുക, നാളെ അത് അതിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് മെല്ലെ, ഗ്രോത്ത് മെന്റാലിറ്റിയിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ ബിലീഫ് എന്നുള്ളത് നമ്മളെ തോട്ട്സിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, തോട്ട്സിന്റെ ബൈ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മളൊരു തോട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബിലീഫ് ആവും. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് എന്നെ കൊണ്ട് കഴിയൂല 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 എന്നാണ് നമ്മളെ ഉള്ളിൽ വരുന്ന തോട്ട്സ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കഴിയൂല. ബട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ഇങ്ങനെ നമ്മളെ ചിന്ത പോകുന്നത് ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് പോസിബിൾ, എനിക്ക് പോസിബിൾ ആക്കാൻ പറ്റും, എനിക്കിത് പറ്റും, ഐ ക്യാൻ ഐ ക്യാൻ ഐ ക്യാൻ. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ ബിലീഫായിട്ട് എന്ത് ചെയ്യും, അത് എനിക്ക് പോസിബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് വരും. അപ്പം നമ്മളെ ബിലീഫിന്റെ, വിശ്വാസത്തിന്റെ അടിസ്ഥാനമുള്ളത് നമ്മളെ തോട്ട്സ് ആണ്. അപ്പം ഈ തോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് വൈ നമ്മളെ ഡയമണ്ട് മൈൻഡിലും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരുന്ന നമ്മളെ സബ്മിറ്റിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയ തോട്ട്സ് തന്നെയാണ്. ഈ തോട്ട്സ് ആണ് ഇതുപോലത്തെ ലിമിറ്റിംഗ് ബിലീഫ്സിനൊക്കെ എന്താ പറയുക, പിടിച്ചു നിൽക്കുന്നത് ബാക്കിൽ. അപ്പം നമുക്ക് മെന്റലി ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്ന ഒന്നാണ്, നമ്മൾ പുതിയ ചാലഞ്ചസുകളൊന്നും എടുക്കൂല.
പുതിയതായിട്ട് നമ്മളൊന്നും എടുക്കൂല. ഇതുവരെ ചെയ്ത കുറേ സംഗതികളുണ്ടാവും. അതന്നെ ചെയ്തു വരും. ഒന്നും രാവിലെ എണീക്കുന്നു, ചെയ്യുന്ന പണി തന്നെ ചെയ്യുന്നു, തിരിച്ചിതാക്കുന്നു. നമ്മളൊരു റൊട്ടേഷനിൽ ഇങ്ങനെ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മളൊരു ഒരു പുതിയതായിട്ടുള്ള ഒരു റിസ്കോ ഒരു ചലഞ്ചോ ഒന്നും എന്ത് ചെയ്യാൻ എടുക്കൂല. ചലഞ്ച് വരുമ്പോഴത്തേന് അവോയ്ഡ് ചെയ്ത് നമ്മൾ പോകും. ഓൾറെഡി നമ്മളെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഇങ്ങനെ നമ്മൾ ഇതാക്കും. ഫോൺ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്യാം. അതാണ് ബ്രെയിനിന് ഏറ്റവും സുഖം. കാരണം ഡോപ്പമിൻ എന്നുള്ള ചെറിയൊരു ഹാപ്പിനെസ് ഹോർമോൺ ടെമ്പററി ആയിട്ട് അതിങ്ങനെ കിട്ടും. അപ്പൊ എന്ത് പ്രശ്നങ്ങളും മണ്ടി പോയി നമ്മൾ എന്ത് ചെയ്യും, ഫോൺ സ്ക്രോൾ ചെയ്ത് അവിടെ കിടക്കും. അപ്പൊ ഇറ്റ്സ് ഒരു കംഫർട്ട് സോൺ ആണ്. നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോകും. നമ്മുടെ മൈൻഡ് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള പ്ലേ കളിക്കുള്ളൂ. സേഫ് ആയിട്ടുള്ള കളികൾ. ഈ ഒരു പൈസ ഞാൻ ഇപ്പൊ എടുത്താൽ അത് തീർന്നു പോകും, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിത് പറ അങ്ങോട്ട് ഇത് ചെയ്താൽ അതാവും, അങ്ങനെ തുടങ്ങിയൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ടൊക്കെ പോകണം എന്നുള്ളതാണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് എടുക്കൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉം, നല്ല ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ബാക്കിയുള്ള ആളുകൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള നല്ല പേടിയുണ്ടാവും എന്ത് ചെയ്യുമ്പോഴും. ദാറ്റ് മീൻസ് വാട്ട് അതേഴ്സ് തിങ്ക്. ബാക്കിയുള്ള ആളുകൾ എന്ത് പറയും, ബാക്കിയുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത്. ഞാനിപ്പോ അത് ചെയ്തില്ലേ മോശമാവൂലേ, ഓക്കെ, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ മോശമാവൂലേ, ഞാനിപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തുടങ്ങി കുറെ വാട്ട് അതേഴ്സ് തിങ്ക് ഉണ്ടാവും ഇവരുടെ കൂടെ എപ്പോഴും. ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ള ആളുകളുടെ കൂടെ. അതുപോലെ തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ. മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകും. ആക്ച്വലി അത് ചെയ്യാൻ അവർക്ക് പേടിയായത് കൊണ്ടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവരിത് മാറ്റി വെച്ച് പോകുന്നത് എന്നുള്ളതാണ്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, തിങ്കളാഴ്ച ചെയ്യാം, വെയിലായിട്ട് ചെയ്യാം, മഴയായിട്ട് ചെയ്യാം, തണുപ്പായിട്ട് ചെയ്യാം, ചൂടായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അത് അവരെങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്നുള്ളതാണ്. ഇറ്റ്സ് വൈ ചില ഫിയേഴ്സുകളും ചില ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യാതെ ചെയ്യാതെ മാറി മാറി പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോ സെൽഫ് വർത്ത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബോത്തി ഫീൽ ഒന്നും എന്തെയില്ല, തോന്നില്ല എന്നുള്ളതാണ്. അപ്പം ഉം, നമ്മളെ ചില ബിലീഫുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്യാം. ഇതെന്നെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണോ, എന്നെ പല സംഗതികളും ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ് ആണോ, അതൊക്കെ നോട്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യാം, വൺ ബൈ വൺ ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, അതിനെ ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാം. ഓൾവേസ് നമ്മളൊരു പ്രശ്നം റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ നല്ലൊരു പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ എനിക്കത് കഴിയൂല എന്ന് പറയുന്നതിന് പകരം ഐ ഐ ആം ലേണിങ്, ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ അതിനെ പറ്റിയിട്ട്. ഓക്കെ, വണ്ടി ഓട്ടലൊന്നും എന്നെ കൊണ്ട് നടക്കൂല. ഓക്കെ, കാർ ഓട്ടാനും ബൈക്ക് ഓട്ടാനും നടക്കൂല. നോ, ബൈക്ക് ഓട്ടാൻ നടക്കൂല എന്ന് പറഞ്ഞതിന് പകരം ട്രൈ ടു, എങ്ങനെ, നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കൽ നടക്കൂല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എങ്ങനെ ബൈക്ക് ഓടിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ വീഡിയോ എങ്കിലും കാണാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതിനിപ്പോ നിങ്ങളുടെ കയ്യിൽ വണ്ടി വേണ്ട. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വണ്ടി പോയി തട്ടോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ മൈൻഡ് ഇങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ചില സംഗതികളിൽ, അല്ല ഇതിന്റെ ഔട്ട് ഓഫ് കുറച്ച് കാര്യങ്ങളുണ്ട്, നീ ഇതിലേക്കും കൂടി പോന്ന് പറയുന്ന രീതിയിലേക്ക് മൈൻഡിനെ ഒന്ന് തള്ളിവിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്. ഓക്കെ, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പം ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ ചെറിയ സംഗതികൾ ഉണ്ടാവും. അതിനൊക്കെ ചെറിയ ചെറിയ സംഗതികൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എനിക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, കഴിയൂലേ, എന്നാൽ നിങ്ങൾ ആദ്യം യൂട്യൂബിൽ ഒന്ന് നോക്കുക എങ്ങനെ ബൈക്ക് ഓടിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സമയത്ത് എവിടെന്നെങ്കിലും ഒരു നല്ലൊരു പ്ലേസിൽ, സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് നോക്കാം. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ബട്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു ഫിയർ മെല്ലെ 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 പോകുന്നതാണ്. ഫിയർ ഓൾവേസ്, നിങ്ങൾ എന്ത് ഫിയർ ആണെങ്കിലും അത് പോകണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനാണ്. ഓക്കെ, എന്ത് ഫിയർ ആണെങ്കിലും അത് പോകണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണം. സ്റ്റേജ് ഫിയർ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് ഫിയർ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നല്ലൊരു പെർസെൻറ്റേജ് എന്താവുള്ളൂ, മാറി കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് മെന്റലി ഒരുപാട് പ്രാക്ടീസസ് ഉണ്ടാവും. നമുക്ക് വിഷ്വലൈസേഷൻ നല്ല പോലെ എഫക്റ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യാം. ജേർണലിംഗ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു ഇതിപ്പം നമ്മൾ മെന്റലി ചെയ്യുന്ന ചില സംഗതികളുണ്ട്, ബട്ട് ഫിസിക്കലി ഉള്ള സംഗതികളാണ് ഞാനിപ്പോൾ പറയുന്നത്. മെന്റലി നിങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ ചെയ്യാൻ ഒരു 80% ഇത് ക്ലിയർ ആയി കിട്ടും നിങ്ങൾക്ക്. വണ്ടി ഓടിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് തന്നെ
80% ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് വരുന്ന 20% ഫിസിക്കലി എടുത്താൽ മതി. ഈ ഫിസിക്കലിയുള്ള ആക്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം മെയിൻലി നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ്സുമായിട്ട് പറയാനുള്ള സംഗതി ഇത്ര മാത്രമാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഉം, ഓരോ ലിമിറ്റിംഗ് ബിലീഫ്സും എടുത്തിട്ട് അത് ചെറിയ ചെറിയ ചാവികൾ ഉപയോഗിച്ചിട്ട് തുറന്ന് ഒരു പുതിയ ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വലിയതൊന്നും എടുക്കണ്ട, ചെറിയ സംഗതികൾ എടുക്കുക. ഓൾവേസ് നമ്മളിങ്ങനെ പുഷ് ചെയ്യാം. പേടിയുള്ള സംഗതി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറില്ലേ, ഈ ഉം, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പക്ഷി അതിന്റെ ചിറകിന്റെ ബലത്തിലാണ് ഇരിക്കുന്നത്, അല്ലാതെ കൊമ്പിനെ വിശ്വസിച്ചല്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചിറകുണ്ട്, ഒരു വിങ്സ് ഉണ്ട്. അത് പലതും പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. അതിപ്പോ ഞാൻ ചെയ്താൽ ശരിയാവോ, അതിന് മാത്രം ഇപ്പൊ ഞാൻ ഉണ്ടോ, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ എനിക്കിപ്പോ അതിനൊക്കെ പറ്റുമോ എന്നൊക്കെ തുടങ്ങി നമ്മളിങ്ങനെ കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിന് പകരം ജസ്റ്റ് ആ ചിറകൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഫിയേഴ്സിനൊക്കെ മെല്ലെ മെല്ലെ ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഫിയേഴ്സിന് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നോട്ടീസ് ചെയ്യാം. എന്തൊക്കെ എന്റെ പേടികളുണ്ട്, ഇതിന്റെ പേടിയാണ്, ഇതിന്റെ പേടിയാണ്, ഇതിന്റെ പേടിയാണ്, ഇതിന്റെ പേടിയാണ്. അപ്പൊ ഈ പേടികളൊക്കെ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കിട്ടും, ആ ഇത് ആവശ്യമില്ലാത്തതാണ്, ഇത് ആവശ്യമില്ലാത്തതാണ്, ഇത് ആവശ്യമില്ലാത്തതാണ്, ഇത് ഒഴിവാക്കണം, ഇത് ഒഴിവാക്കണം എന്നിങ്ങനെ തോന്നും. അപ്പം എന്റെയൊക്കെ ഞാൻ ഈ മൈൻഡ് പവർ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് സ്റ്റേജ് ഫിയർ നല്ലോണമുള്ള ആളായിരുന്നു ഞാൻ. ആളുകളോട് സംസാരിക്കുക, അതും എൻ്റെ +2 ടൈമിൽ കേട്ടോ, ഒരു 4-5 വർഷം മുന്നേ എടുക്കുകയാണെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ വളരെ പേടിയുള്ള ആളായിരുന്നു ഞാൻ. ദെൻ ഞാൻ എങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ഞാൻ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തു എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയാണ്, എവിടെ വെച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ബ്ലോക്ക് വന്നിട്ടുള്ളത്, എന്താണ് എന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാനിങ്ങനെ പഠിച്ചു. ഇപ്പം നമ്മൾ മൈൻഡ് പവർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമുണ്ട്, മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മെഡിറ്റേറ്റീവ് അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് വിത്ത് ഗൈഡൻസ്, നമ്മളൊരു ഗൈഡൻസോട് കൂടി നമ്മൾ ആ മെഡിറ്റേറ്റീവ് അവസ്ഥയിലേക്ക് പോയിട്ട് എവിടെയാണ് നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഇരിക്കുന്നത് എന്നുള്ളത് പോയി നമ്മൾ അത് അനലൈസ് ചെയ്തിട്ട് അത് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അത് അവിടുന്ന് ക്ലിയർ ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു 3-ലോ 4-ലോ എങ്ങാനും പഠിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരാൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ സ്റ്റേജിൽ കയറിയ സമയത്ത് ഒരാൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ കളിയാക്കലാണെന്ത്, എന്നെ ഒരുപാട് വർഷം ഇപ്പുറം, ഏകദേശം ഇതിന് ശേഷം ഒരു 10-15 വർഷം ഇപ്പുറം എന്ത് ചെയ്യുന്നത്, എന്നെ സ്റ്റേജിൽ കയറ്റുന്നതിലും ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കുന്നതിലൊക്കെ പിടിച്ചു നിർത്തേണ്ടത് എന്താണ്, എന്റെ ചെറുപ്പത്തിൽ എന്നെ ഒരാൾ കളിയാക്കുന്ന രീതിയിൽ ഒരു നോട്ടം നോക്കിയതാണ്. അതിന് മാത്രം ഒന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു ചെറിയൊരു പാട്ട് പാടിയ സമയത്ത് ആൾ എന്നെ ഒരു മോശപ്പെട്ട രീതിയിലാണ് നോക്കിയത് എന്ന് എനിക്ക് തോന്നിയതാണ്. ഓക്കെ, ആള് മേ ബി നല്ല നോട്ടായിരിക്കും നോക്കിയത്, ബട്ട് ഞാൻ സ്റ്റേജിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, നമ്മൾ സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുമ്പോൾ ഭയങ്കര വെപ്രാളൊക്കെ ആയിരിക്കും. കൈ വറക്കും, കാല് വറക്കും, തൊണ്ടയിലുള്ള വെള്ളം വറ്റും, ഹൃദയത്തിന്റെ മിടിപ്പ് കൂടും. അപ്പൊ നമ്മളിങ്ങനെ പേടിച്ച് മൈക്കൊക്കെ എടുത്ത് നമ്മളൊരു പാട്ടം കൂടെ പാടാൻ തുടങ്ങുന്ന സമയത്താണ് ഒരാളിങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കണം, സ്റ്റേജിന് അങ്ങേ അറ്റത്ത്. അപ്പൊ ഇവൻ ഇത് എന്താ പാടണം എന്നുള്ള രീതിയിൽ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി മൂപ്പര് നോക്കിയിട്ടുള്ളത് നല്ല ഇന്റൻഷനിലായിരിക്കും. ആ, നല്ല പാട്ടാണല്ലോ, അടിപൊളി സോങ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കിയതായിരിക്കും. ബട്ട് എനിക്ക് അന്ന് ഫീൽ ചെയ്തത് എന്താണ്, വളരെ മോശമായിട്ടുള്ളൊരു സോങ് ഞാൻ പാടിയതുകൊണ്ടാണ് എന്നെ ആ രീതിയിൽ നോക്കിയത് എന്നുള്ളതായിരുന്നു. അപ്പം അതെൻ്റെ ഉള്ളിൽ ഒരു ലിമിറ്റിംഗ് ബിലീഫായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആളുകളോട് സംസാരിക്കാൻ അത്ര പോരാ, ഞാൻ സംസാരിച്ച ആളുകൾക്കൊന്നും ക്ലിയർ ആവൂല, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് മോശമാണെന്നുള്ള ഒരു ബിലീഫും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ, ഞാൻ ഈ മൈൻഡ് പവറും കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മളെ മൈൻഡിന്റെ പൊട്ടൻഷ്യാലിറ്റിയും മൈൻഡിനെ എങ്ങനെ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നുള്ള ടൂൾസ് ഒക്കെ എടുത്ത് നമ്മൾ ഈ മൈൻഡിനെ ക്ലെൻസ് ചെയ്ത് പോണ സമയത്ത് ഒരു ദിവസം എനിക്ക് ഇങ്ങനെ തോന്നിയ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ ഞാനൊരു ഗൈഡൻസ് ചോദിച്ചു, എന്റെ മെന്ററുമായിട്ട് കണക്ട് ചെയ്തു. മെന്ററെ ഗൈഡൻസിൽ ഞാൻ ഇങ്ങനെ പോയി നോക്കുമ്പോൾ എന്തുണ്ട്, ആ ചെറിയ കുട്ടി ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സ്റ്റേജിൽ. എന്താണ്, ഇറ്റ്സ് എ ബ്ലോക്ക്. അവിടെ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തു, ക്ലിയർ ആക്കി. ആഫ്റ്റർ ദാറ്റ് ഐ ഫീൽ മോർ ഈസി. നമ്മൾ ഒരു തലയിൽ ഒരു വെയിറ്റ് കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആ വെയിറ്റ് ഇറക്കി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്, അല്ലെ? അപ്പൊ തലയിൽ ആ വെയിറ്റ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. എന്ത്, അങ്ങനത്തെ ബ്ലോക്ക്, ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ടുള്ള സംഗതികളൊക്കെ എടുത്തു കളയുന്ന സമയത്തുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ മാസ്റ്റർ ടോക്കിൽ ഇത്ര കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻലി നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ്സ്. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചെയ്യേണ്ടത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്മോൾ ആയിട്ടുള്ള ചെറിയ ആക്ഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക,
അതിലെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമാണ് ഇന്നത്തെ ഡെയിലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ ഇന്നത്തെ മാസ്റ്റർ ടോക്കിൽ വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നെക്സ്റ്റ് മാസ്റ്റർ ടോക്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് മീറ്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.